വലിപ്പം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ കാട്ടിയുള്ളതല്ല. ഇത് വലിപ്പമുള്ളതാണ്. നമ്മുടെ അവിടെ വെള്ളം അടിച്ചതൊന്നും പോരാണ്ട് നോക്കി നമ്മുടെ ബോൾട്ടുമോ കയറി എന്തൊക്കെയോ പറയണ എനിക്കൊരു മനസ്സിലാവാത്തൊരു കാര്യം. അപ്പൊ ഇത്രയും പയർ പൊട്ടിച്ചു. ഇനി നമുക്കിതാ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. വയോട്ടാ. എന്തേ ചീര വേണോ? കൊണ്ടുവരണ്ടേ. ഇന്നേ നമ്മുടെ ഫിഷ് ടാങ്കിലത്തെ വെള്ളം വറ്റിക്കണം. അപ്പോൾ കുറച്ച് ടൈം തന്നെ വേണം വെള്ളം വറ്റാനായിട്ട്. അപ്പോൾ തുറന്നിടാം നമുക്ക്. അവിടെ കുട്ടികളുണ്ടാ? ആ ഓക്കേ. ഹലോ ഇപ്പോൾ വരാട്ടാ. നമ്മുടെ കുട്ടികളോട് വന്നാൽ മതിട്ടാ. അപ്പോൾ നമുക്ക് ടാങ്കിലത്തെ വെള്ളം ഇതാ ഇതേപോലെയാണ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കണത്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നേരെതാ കണ്ടോ, നമ്മുടെ പറമ്പിൽ പച്ചക്കറിയുടെ ഇടയിലേക്ക് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ വരുന്ന വെള്ളം ഇതേപോലെ ഡാർക്കായിരിക്കും. അത് നമ്മൾ എന്നും തുറന്നിടുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു മാസത്തിലൊരുമായിട്ടാണ് വറ്റിക്കുക. അപ്പോൾ ഇന്നിതാ തുറന്നിട്ട് കുറേ ടൈം പറഞ്ഞല്ലോ ഞാൻ. നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ വെള്ളം നിറയെ വെള്ളാട്ടപ്പൊക്കെ എടുക്കണത്. ഇതാ നോക്കി നോക്കിയേ. കുട്ടികളൊക്കെ ഇറക്കി വയ്ക്കാം നമുക്ക് ടാങ്ക് കഴുകണമെന്നുണ്ടെങ്കിൽ. പക്ഷെ കുറേ ടൈം എന്തായാലും വരും. കണ്ടപ്പോൾ നിറയെ വെള്ളമുണ്ട്. മീനുകളൊന്നും ഈ ഒരു സമയത്ത് മീനുകളെ കാണില്ല കേട്ടോ. കാരണം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ വെള്ളം മാറ്റുക, ഫുള്ളായിട്ട് വെള്ളം മാറ്റുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെയും കുറേശ്ശെ തുറന്നു കളയും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പറമ്പിൽ പോകണം. കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കണം. അങ്ങനെ നമ്മുടെ അത്യാവശ്യം കുറച്ച് പണികൾ കഴിയുമ്പോഴേക്കും തന്നെയാണ് ഈ ടാങ്കിലത്തെ വെള്ളം പോയി കഴിയുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് പോകാം പറമ്പിൽ. എൻ്റെ മക്കൾ നിൽക്കണോക്കിയേ, ചിരിച്ച് നിൽക്കും ഇങ്ങനെ. നല്ല ഭംഗിയുള്ള മുഖം ചിരിച്ച് കഴിഞ്ഞ്. എപ്പോഴും ഇങ്ങനെ ഈ ചിരിയാണ് രസം അവരുടെ. അല്ലാണ്ട് വേശിക്കുട്ടാ, അല്ലാണ്ട് വേശിക്കുട്ടാ, അല്ലാണ്ട് നെയ്മർക്കുട്ടാ, മറന്നോണ കുട്ടാ, ഫ്ലൈറ്റിന് മോനെ ബോൾട്ട് മോനെ അവിടെ കിടപ്പായി. വാ കടത്താമ്മേനെ കടത്ത്. നോക്ക് പൂവണ്ടാന്ന് നേരുന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് പോണ പ്രശ്നമില്ല. കാരണം അവർക്കറിയാം പറമ്പിൽ പോയി ചിലപ്പോൾ അമ്മ പെട്ടെന്നൊന്നും വരില്ലാന്നേ. വാ, ഇവിടത്തെ മുളയ്ക്കുന്നൊരു ചീരയുടെ നോക്കിയേ. നമ്മുടെ കണ്ടോ എന്തൊരു പച്ചപ്പിലാ നിൽക്കണേ. അതിന് മുന്നേ നമുക്ക് മാങ്ങ പറക്കാണ്ട്. അത് പറക്കി വെച്ചിട്ട് പോവാട്ടാ. പാത്രം എടുക്കട്ടെ. നമ്മുടെ ഈ ഒരു മാവിട്ട തൊലിയപ്പ മാങ്ങയാണ്. അതായത് തൊലി കയ്ക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ് തൊലി ചെത്തി കഴിക്കാനായിട്ട്. അതേപോലെ മീൻ കറിയിലൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ. ഇതിപ്പോൾ രാവിലത്തെ ഒരു നിത്യ സംഭവമായിട്ട് ഈ ഒരു മാങ്ങ പറക്കല്. ചെറുതായിട്ട് കൊത്തിയതൊന്നും എടുക്കില്ല കേട്ടോ നമ്മള്. മാങ്ങ നമ്മുടെ അധികം കൊത്തി വീഴല്ല ചെയ്യണത്. മാങ്ങ നിലത്ത് വീണ് കഴിയുമ്പോഴാണ് കാക്കകളാണ് കൊത്തായിരിക്കണത്. ഇതൊക്കെ കൊത്തിയതാ. ഇത് നല്ലത്. നോക്കിയേ. ഇനി ഇത് കൊണ്ടുവച്ചിട്ട് നമുക്കിപ്പോൾ തന്നെ പോവാട്ടാ പറമ്പിയെ. കൂട്ടാ ടൈസും കൂട്ട ഇവിടെ ഇരുന്നോട്ടെ. ടൈസും കൂട്ടാ ദേ പേലിക്കുട്ടി നേരത്തെ പോയി മുന്നിലേക്ക് കണ്ടോ. അവള് സ്പീഡിൽ ഓടണേ. എൻ്റെ മോൻ എൻ്റെ കൂടെ നടക്കുള്ളൂ അല്ലേ. ടൈസും കൂട്ടണം. അപ്പം നടന്നാൽ മതി. നമുക്ക് കുറച്ച് ചീര അരിയണം കുട്ടികൾക്ക് കൊടുക്കാൻ. അങ്ങോട്ട് പോവാ പറമ്പിയെ. ആ കുട്ടിപ്പട്ടാളങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട് അവിടെ. ചീര പിന്നെ നമുക്കറിയാലോ
എന്താ പറയുക, ഒരു ഭാഗത്ത് നിന്ന് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അരിയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് അരി വരുമ്പോഴേക്കും പിറ്റേ ദിവസം അടുത്ത ഭാഗത്ത് നിന്ന് അരിയാറോ അതേപോലെ ആട്ടാ. പിന്നെ നോക്കിയേ നമ്മുടെ പേളിക്കുട്ടിയും ടൈസും കുട്ടനൊക്കെ എല്ലായിടത്തും കിടന്ന് ഓടി നടക്കുന്നുണ്ട്. ചീരയുടെ ഒരു ഭംഗി നോക്ക്. ഇപ്പം നമ്മൾ ഈ കാണിക്കണ ഈ ചീര ഞാൻ പറയണ പോലെ നമ്മൾ നട്ട ചീരയല്ല. നട്ട ചീരയ്ക്ക് ഇത്ര വളർച്ച വരില്ല കേട്ടാ. നമ്മൾ നടാണ്ട് ഇവിടെ തന്നെ മുളയ്ക്കുന്ന ചീരകളാണ് ഇതേപോലെ ഹൈറ്റിലും ഇതേപോലെ അതിലേക്ക് ഈ വലിപ്പത്തിൽ വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല നല്ല വലിപ്പമുള്ള ചീരകൾ. അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് അരിയാനുള്ളത്. നല്ല നല്ല വലിയ വലിയ കടകൾ. ഇത്രയും വലുതായിട്ട് പോലും ഒരു കതിര് വന്നിട്ടില്ലേ. ഇന്നിപ്പോൾ നമ്മൾ ഈ അരിയണ ചീരയ്ക്ക് നമ്മുടെ പണിസ്ഥലത്ത് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതാട്ടാ. മൂന്ന് പേരും ഇവിടെ കിടന്നോട്ടെ, ഞാൻ പോവാറാകുമ്പോൾ വിളിക്കാട്ടാ. കേട്ടോ ടൈസും കുട്ടാ, ബ്രൂസേ, പേളിക്കുട്ടി, കേട്ടില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഈ കുറേ ചീര ഇങ്ങനെ അരിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവരെ എന്താ പറയുക നോക്കേണ്ട ആവശ്യമേ വരാറില്ല കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ഈ അരിയുന്ന ചീരകളൊന്നും എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ മുളയ്ക്കുന്നതാണ്. അവർ നിന്ന് വളരണ നമ്മളിങ്ങനെ കൃത്യസമയത്ത് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതനുസരിച്ച് വീണ്ടും പൊടിച്ചിട്ടുണ്ടാവണം. അല്ലാണ്ട് ഇപ്പോൾ ഇവരെ നോക്കാൻ വേണ്ടി ഒരു ടൈമൊന്നും വേണ്ട കേട്ടോ ഈ ചീരകൾക്ക്. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് അരിയട്ടെ ബാക്കിയുള്ളത്. പച്ചക്കറികളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാലേ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ഇത് സ്ഥിരമാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇതാ രണ്ടാമതൊരു സ്റ്റെപ്പും കൂടി ചെയ്ത് നമ്മളിത് അരിഞ്ഞെടുക്കൂട്ടാ. ഞാൻ സൈഡിൽ നിന്ന് 3 സൈഡിൽ നിന്നിട്ട് നമ്മൾ ചീര അരിയാട്ടാ. ഇതേ നമ്മുടെ ഒരു ചീരക്കടയാണ്. അരിഞ്ഞത് നോക്കിയേ, ഇപ്പോഴരിയുമ്പോ കണ്ട ചീരയ്ക്ക് കൃത്യസമയത്ത് അരിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താ പറയാ ഒരു കട മതി ഒരു ചെറിയൊരു വീട്ടിലേക്കൊക്കെ ആയിട്ട് കറി വയ്ക്കാനായിട്ടുള്ള കിട്ടൂട്ടാ. അതിൽ ഈ ഒരു കടയുണ്ടല്ലോ, ഇത് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളതാട്ടാ. കണ്ടോ, ഇത് ഒതുക്കി പിടിക്കും പറയാം. കണ്ട, ഞാനിപ്പോൾ അരിഞ്ഞത് നമ്മുടെ ഈ ഒരു കടയിൽ നിന്നാണ്. കണ്ടോ, ഈ ഒരു കട കണ്ട, ഇതിൽ നിന്നാണ് ഇപ്പം അരിഞ്ഞെടുത്തത്. ഇനി അത് പൊടിച്ച് ഇനിയും ഉണ്ടാവും അതേപോലെ തന്നെ. നമ്മുടെ ബ്രൊക്കോളിനൊക്കെ നോക്കി ഇപ്പോഴും നിൽക്കണേ. ബ്രൊക്കോളിൻ്റെ ഇല തോരൻ വയ്ക്കാൻ രസമാണേ, അത് കാരണം അങ്ങനെ നിർത്തി നോക്കണേ. ഇനി അപ്പോൾ ചീര അരിയിൽ കഴിഞ്ഞു കേട്ടോ. ഇനി എന്നിട്ടാണെങ്കിൽ ഒരു വാഴവള എടുത്തിട്ട് എല്ലാം ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് അവർക്ക് കൊണ്ടുവച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചീരരിയിൽ കഴിഞ്ഞു. ഇനി നേരെ ഇത് അവർക്ക് കൊണ്ടുവച്ച് കൊടുക്കട്ടെ കേട്ടാ. എന്താണ് അവിടെ നിന്ന് കുറയ്ക്കുന്നുണ്ട്.
അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ഈ പറമ്പിലേക്ക് തന്നെ വീണ്ടും പോന്നു. അതായത് കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാനുണ്ട്. കുറേ ഒന്നുമില്ല, പക്ഷെ പൊട്ടിച്ചെടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മുറത്തിൻ്റെ അടുത്തേക്ക് ആവാം. അപ്പോൾ നമുക്കതൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നു. നല്ല ബെസ്റ്റ് വെണ്ടക്കായ കണ്ടോ, നല്ല വെണ്ടക്ക തൈ. ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വെണ്ടയമെന്ന് കായ പൊട്ടിക്കുന്ന സമയത്ത്. ഇപ്പോൾ എന്ന് നമുക്ക് എന്താ പറയുക, ദിവസം ഒരേപോലെ തന്നെ പൊട്ടിക്കാനുള്ളത്. ഈ വെണ്ടക്കായ, ചീര, ഈ കുക്കമ്പർ, ഇതൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും വലുതാവേ, അങ്ങനെയാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഈ വെണ്ടയെ എന്നിട്ട് പ്രത്യേകത എന്നറിയോ, ഒരു വെണ്ടത്തൈ ആണെങ്കിലും കൂടിയിട്ട് 2 വെണ്ടത്തൈ വന്ന് കായ കിട്ടുന്ന പോലെയാണ്. കാരണം ഇതിന് 2 ചില്ലകളെ കണ്ട. ഇപ്പോൾ ഇതൊരു വെണ്ടത്തൈയാണ് നട്ടു കൊടുത്തത്, പക്ഷേ ഇത് വന്ന് ചില്ലകൾ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഇത് 2-3 ചില്ലകൾ വന്നിട്ടുണ്ട്. ഈ 2-3 ചില്ലയും കായ ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് ഒരു വെണ്ട വെക്കുമ്പോൾ തന്നെ 3 വെണ്ടയിൽ വന്ന് കായ പൊട്ടിക്കണ പോലെയുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീളമുള്ള വെണ്ടയാണ്. ഇനി നമുക്ക് നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാണ്ട്. ആ ചെറുത് പിന്നെ പൊട്ടിക്കാം. ശരിക്കും 2 പൊട്ടിക്കേണ്ടിയിരുന്നില്ലായിരുന്നുള്ളൂ. ഇത് വലുതായിയാണ് നിന്നിട്ട് ഇങ്ങോട്ട് കടന്നു അപ്പുറത്തെ മറ. ഇനി നമുക്കിതാ ഒരു പടവലങ്ങിൻ്റെ പൊട്ടിക്കാം. പടവലങ്ങയായി. ഇനി നമുക്ക് കോവയ്ക്ക പൊട്ടിക്കാം കേട്ടോ. നമ്മുടെ കോവയ്ക്ക പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ പൊട്ടിക്കുക. ഇത് അധികം വലുതാവില്ല, പക്ഷെ ഇത് ഉണ്ടായിരുന്ന മറ്റേ കുമ്പളങ്ങില്ലേ അന്ന് കാട്ടിയത് എന്തൊരു വലുതായത്. പക്ഷെ ഇത് അത്ര വലുതാവണില്ല. ഇത് പൊട്ടിച്ചെടുക്കാം. ഞാൻ നിർത്തി നോക്കി, പക്ഷെ എനിക്ക് തോന്നുന്നത് മൂക്കുള്ളൂന്ന്. നമുക്കാണെങ്കിൽ കുമ്പളങ്ങ ജ്യൂസ് അടിക്കാനുള്ളതാണേ. ഇനി നമുക്ക് കോവയ്ക്ക പൊട്ടിക്കാൻ പോവാട്ടാ. അപ്പോൾ നോക്കി നമ്മുടെ കോവയ്ക്ക എന്നും പൊട്ടിക്കണമെന്നേ. അതേപോലെ ഇന്ന് പൊട്ടിച്ചിട്ട് നാളെ നോക്കുമ്പോൾ വീണ്ടും പൊട്ടിക്കണ്ടോ. പേളിക്കുട്ടിക്ക് പോവാൻ ധൃതി നോക്കി നിൽക്കണേ പോവാനായിട്ട്. അവൾക്കിപ്പോൾ ഈ ചൂടും പുഴുക്കം കാരണം ഇഷ്ടമല്ല അങ്ങനെ പറമ്പിൽ വന്നിട്ട് കുറേ നേരം നിൽക്കാൻ. എല്ലയുടെ കളറും നമ്മുടെ കോവയ്ക്കയുടെ കളറും ഒരേപോലെ തന്നെ നന്നായി സൂക്ഷിച്ച് നോക്കണം. അടിയിലേക്ക് കിടക്കുന്നത് സുഖം പൊട്ടിക്കാൻ, പക്ഷെ ഈ വലയമേ തടഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഒന്നും കാണാനില്ലല്ലോ, കഴിഞ്ഞില്ലേ. കോവയ്ക്ക നമ്മൾ പൊട്ടിച്ചെടുത്തു വിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോകും. ഈ കത്രിക കൊണ്ട് ഞാൻ അവിടെ വെക്കട്ടെ, കാരണം കത്രിക ഇവിടത്തെയാണേ. ഇതേ നിൽക്കണേ കണ്ടോ, പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്തൊരു നല്ല കോവയ്ക്കയാണ് അവിടെ നിൽക്കണേ. ഇതാണെന്നേ കണ്ടോ, നല്ല കോവയ്ക്കാണ്. നമ്മൾ കാണാണ്ട് പോയി. ഇത് 2 നാളേക്ക് ചിലപ്പോൾ മറ്റന്നാളേക്കൊക്കെ ആകുമ്പോൾ പഴുക്കുകയും ചെയ്യും. ഇതേ നിൽക്കണ്. ഇനി നോക്കാണ്ടിരിക്കാൻ നല്ലത് മുകളിലേക്ക്. ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടാ. അയ്യോ, നമ്മൾ പയറ് പൊട്ടിക്കാനാ വന്നേ. കുറേ പയറുത തത്ത കൊണ്ടായിട്ട് നമ്മൾ അവിടുത്തെ പറമ്പിൽ പച്ചക്കറി പൊട്ടിക്കാൻ പോയത്. ആദ്യം ഇവിടുത്തെ നമ്മുടെ വീട്ടിലത്തെ ഈ പറമ്പിലത്തെ പച്ചക്കറി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ തത്തകൾ ഇത്രയും കൊണ്ടുപോയില്ലായിരുന്നു. തിന്നത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അവരെ കടച്ചിലിങ്ങനെ
എടുത്തു കൊണ്ടുപോയിരിക്കുക. അതാണ് കൂടുതൽ നമുക്കിങ്ങനെ തോന്നണത്. അത്ര ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ നല്ല പ്രതീക്ഷയല്ല വന്നേ. അയ്യോ, എന്തായാലും ഉള്ളത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. നല്ല പയറായിരുന്നു ഇപ്രാവശ്യത്തെ. കണ്ടോ ഇപ്പം ഈ ഒരു കൊലയമി ഈ ഒരാളല്ല, കണ്ടോ ഇവിടെ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടാവും ഓരോ കൊലയമി. അങ്ങനത്തെ ഒരു പയറാട്ടാ. പക്ഷെ അതിൽ നിന്നാണ് പോയിട്ടുള്ളത് ഇങ്ങനെ. ഇവിടേക്ക് നിറച്ചായിരുന്നു. സാരില്ല, നമുക്കറിയാം തത്ത എന്തായാലും കൊണ്ടുപോകുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിലും ഇപ്പം നോക്കി ഇത്രയും പയറൊന്നും അല്ലാട്ടോ നമ്മുടെ ശരിക്കും നമ്മുടെ ഈ മുറത്തിൻ്റെ നന്നായിട്ടുണ്ടാവണ്ട. അത്രയും പയർ പൊട്ടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. അപ്പം ഇത്രയും പയർ പൊട്ടിച്ചു. ഇനി നമുക്കിതാ മുളക് പഴുത്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി പൊട്ടിക്കാം. അപ്പം ഇതാണ് നമ്മുടെ മുളക് കിട്ടുക. ഈ വട്ടം നമ്മുടെ മുളക് ഭൂമിക്ക് തത്ത വന്നിട്ടില്ല. കാരണം പയർ തിന്നാൻ കിട്ടിയ കാരണമായിരിക്കണം ഇവിടെ തത്ത മുളക് ഭൂമിക്ക് വന്നേ ഇല്ല. അപ്പം നമുക്ക് ഒത്തിരി മുളക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിലത്തെ വെള്ളമൊക്കെ ഏതാണ്ട് പോയി കഴിഞ്ഞോട് കൂടി തന്നെ ആ വെള്ളമോട്ടെ ഇത് പൊട്ടിച്ച് കഴിയലൊക്കെ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഈ പയറൊന്നും അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു കൊട്ടെടുത്തിട്ട് വരാം. കാരണം ഈ അറ്റം വരെയുണ്ട്, അവിടെ നിന്ന് അവിടെ വരെയുണ്ട് പൊട്ടിക്കാൻ നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവയ്ക്കട്ടെ. അപ്പം ഇനി ഞാൻ മുളക് പൊട്ടിക്കട്ടെ. നമ്മളിത് മറ്റേ മുളക് ഇപ്പം എത്ര നാളെ പൊട്ടിച്ചു തുടങ്ങിയിട്ട് ഒരു കണക്ക് സമയമില്ല. ഒരു 4 മാസമായിട്ടുണ്ട് നമ്മളിത് മുളക് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും മുളക് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രാവശ്യം കൂടി നമ്മൾ പഴുത്ത മുളകായിട്ട് പൊട്ടിക്കൊള്ളോട്ടെ. കാരണം ഇനി മഴയ്ക്കല്ലേ വരുന്നത്, ഇനി ഉണക്കിയെടുക്കാൻ സമയമില്ല. അപ്പം ഇനി പഴുപ്പിക്കില്ല. ഇതാണ് ലാസ്റ്റ്. ഇതാണ് ഇന്നത്തെ ഈ പഴുപ്പിച്ച് പൊട്ടിക്കില്ലേ. അത് കഴിഞ്ഞ് ഇഞ്ഞൊക്കെ പച്ച പൊട്ടിക്കും. നമ്മുടെ നോക്കിയേ, അവിടെ നിന്ന് ഏതാണ്ട് ഒരു പകുതിയോളായപ്പോഴേക്കിട്ടാ ഇത്രയും മുളകായിട്ടാ. ഇനി ഇതാ കുറേ ഉണ്ട് പൊട്ടിക്കാനായിട്ട്. അപ്പം നമുക്കേ നമ്മുടെ ഫിഷ് ടാങ്കിലത്തെ വെള്ളം എന്തോരായിരുന്നു നോക്കാം നമുക്ക്. വെള്ളം ഇപ്പോൾ ഒരു പകുതിയോളം തന്നെ ആയിട്ടുണ്ടാവും വെള്ളം. നമുക്കൊരു സമയം വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. കാട്ടിത്തരാം കേട്ടാ. അപ്പം നോക്കിയേ, കണ്ട വെള്ളേ ഇത്ര കളർ നോക്കിയേ. ഇതേപോലെ ഭയങ്കര ഡാർക്ക് കളറാ കണ്ട. അതായത് അത്രയും വളമാണ് ഈ മീനിൻ്റെ വെള്ളത്തിന്. അങ്ങനെ നമ്മുടെ മുളക് പൊട്ടിക്കൽ കഴിഞ്ഞു. കുറച്ച് കൂടുതൽ സമയം തന്നെ വേണമെന്നറിയാലോ. ഇതൊക്കെ ഇട്ടിട്ട് ഈ തത്ത വരവ് കുറവൊന്നുമില്ല കേട്ടോ. തത്ത വന്ന് പോണ്ട്. കാരണം ഇപ്പോൾ മുളക് തിന്നാതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളവിടുത്തെ പച്ചപ്പയറുണ്ടായി തുടങ്ങി. അതുകൊണ്ടാണ് മുളക് തിന്നണില്ല കേട്ടാ. ഇനിയിപ്പോൾ ഇതാ ഫിഷ് ടാങ്കിലിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ആ വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. വറ്റി വെള്ളം പോയി കഴിഞ്ഞ്. അമ്മയുടെ കുട്ടികൾ നല്ല വെയിലായി. അച്ഛനാ വെയിലിൻ്റെ ചൂട് കൂടിയപ്പോൾ അമ്മയുടെ കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങാനില്ല കണ്ടോ. അവരോട് കിടക്കുക. ബോൾട്ടെ അതെ, നമുക്കുണ്ടല്ലോ ഫിഷ് ടാങ്ക് ഇനി വൃത്തിയാക്കണം. അപ്പോൾ ദാഷായിട്ടൻ ലാഡറൊക്കെ കൊണ്ടുവരാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ചട്ടികളൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. നോക്ക് നമ്മുടെ അവിടെ വെള്ളം അടിച്ചതൊന്നും പോരാണ്ട്. നോക്കി നമ്മുടെ ബോൾട്ടുമോ കയറിയിരിക്കുന്ന സ്ഥലം നോക്ക്. ആ വെള്ളത്തില്, ആ ചെറിയ വെള്ളത്തില്. ചേട്ടാ ആദ്യം ചട്ടി ഇറക്കാം അല്ലേ. പട്ടാളോട്ടെ അവര് തൊടില്ല, അവർക്കറിയാം അല്ലേ. എൻ്റെ കുട്ടികളൊക്കെ നന്നായി മനസ്സിലായി തുടങ്ങി.
ഇത് മറ്റേ പൂവൊന്നും കൊഴിഞ്ഞൂല്ല ഷൈട്ടാ. നിറച്ച് പോയി നിൽക്കുമ്പോ എന്ത് ഭംഗിയാന്ന് അറിയോ. ഇപ്പൊ ഒരു സ്റ്റെപ്പ് കൊഴിഞ്ഞിരിക്കുന്ന സമയാ, അല്ലെങ്കിൽ നല്ല രസത്. ഞങ്ങൾ കയറിയിരുന്നല്ലോ. നമുക്കില്ലേ ഇനി ഇത്ര ചട്ടി ഇറക്കി വെച്ചാൽ മതി ഈ സൈഡിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടത്തേക്കും കൂടി നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 സ്റ്റെപ്പായിട്ട് ഈ ടാങ്ക്. അപ്പോൾ ഇത് മാത്രം മാറ്റി വെച്ചാൽ ഇറങ്ങാൻ പറ്റും. ഇനി അതും കൂടി മാറ്റി വെച്ചാൽ ഒരു 5 ചട്ടി മാറ്റി വെച്ചാൽ മതി. ഇവിടെ പിന്നെ കുറച്ചുള്ളൂ, അത് കാരണം കുഴപ്പമില്ലേ. ഇത് മെല്ലിയും പൂവോ കഴിഞ്ഞു അല്ലേ? കുറച്ച് ചെടികളെ ഒപ്പത്തിന് പൂവൊഴി. ഇത് ഞാൻ നല്ല ഹൈറ്റിലാക്കി കൊണ്ടുവരാം. ഒരെണ്ണം കൂടി ഇനി അപ്പുറത്ത് നിന്നാ മതി. നമ്മുടെ അതേപോലെ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നോണം കിടക്കല്ലേ. കഴുകാനായിട്ട് ഡ്രസ്സും നെറ്റും എല്ലാം അതും അടുത്ത് കൊണ്ടിട്ട് വെക്കണേ. അതെ നീക്കിക്കണം. അപ്പുറത്താടെ നിൽക്കോ? നീ തള്ളിയാ മതി. അവർക്ക് ഒരു പ്രാവശ്യം എടുത്ത് കാട്ടിയിട്ടുണ്ട് നമ്മള്. കട്ടയെന്ന് നീക്കി വെച്ചു. അതല്ല നല്ല സുഖം. ഞാൻ അപ്പുറത്ത് നിൽക്കലത് അല്ലേ, ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് ഇറക്കി വെക്കാലോ. ഇനി ഇത് മടക്കേ. ഇങ്ങനെയാണ് നമ്മള് ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുക. പക്ഷെ ഇതൊരു ഈ ഒരു എന്താ പറയാ ഇങ്ങനെ ഇറങ്ങാന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല രക്ഷമായിട്ടാ. ഇങ്ങനെ വെച്ചാൽ പറ്റിയപ്പോ മീനുകള് നമ്മുടെ അതെടുത്ത് വാഴ നഴ്സറി പിടിച്ചാൽ മതി. അതേ കൂടുതൽ കട തട്ടി കാട്ടി തരട്ടെ. അധിക സമയം ഒരു പിടിക്കില്ല. കാരണം വലിപ്പം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ കാട്ടിയുള്ളതല്ല. ഇതിന് വലിപ്പമുള്ളതാണ് വാള. അതെ, നമ്മളെ കൂടുതൽ നേരം വരെ പിടിച്ചിട്ടില്ലേ. മീമി
ചൂടടിക്കുന്ന സമയത്ത് ഞാൻ മീൻ പിടിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് കാറ്റ് കൊടുക്കാറുണ്ട്. ഇതിലേ ആ ബക്കറ്റ് എടുത്തോ, കുറേ ചവറാണ് ഈ മാവിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നത്. ചവറ് വരുന്ന കാരണമാണ് നമുക്ക് ഈ വെള്ളം നാശാവണം. അല്ലെങ്കിൽ വെള്ളം അങ്ങനെ നാശാവില്ലാതെ ഇവിടെ കാറ്റിന്റെ ആ ഒരു നാശം ഉണ്ടാവുള്ളൂ അല്ലേ ചേട്ടാ. പക്ഷെ നമ്മള് പല ദിവസം വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായാലും അങ്ങനെ കുഴപ്പമില്ല. ചൂണ്ടതാ. ഹലോ ഹലോ, ആ വാള് നോക്കി വന്നിട്ട് എവിടെയാന്ന് വെച്ചിട്ടാവും ഞാൻ. ചായട്ട് അതിനുള്ളിൽ എന്തൊക്കെ ചെയ്യണെന്ന് അറിയാതാണ്. എന്റെ മോനെ പൊക്കി കാട്ടിയാൻ പറ്റില്ലല്ലോ. ഒന്നും കൂടി ഇല്ല, അതുമ്മ കളിക്കും. ഇന്ന് കളിക്കും നോക്കണം. വഴുക്കിലുണ്ട് ഞാനിറങ്ങിയാലോ വേണ്ട. മാത്രമേ നടത്തില്ല ചെയ്ത് വേണ്ട അത് പറയുള്ളൂ. ആ വലിയ എന്താ പറയാ മാളിയിട്ടായിട്ടാ അവർക്കാണ് ബുദ്ധിമുട്ട്. മോട്ടർ ഒന്ന് വിട്ടോ, ഇടല്ലേ എന്താ ചെളി വെള്ളം പോയി കൊണ്ടിരുന്നുള്ളൂ. ഒരു വലിയൊരു ബ്രാലുണ്ട് ഇതിലേ, ഒരെണ്ണല്ല പക്ഷെ ഒരെണ്ണം കാട്ടിത്തരാം. നോക്കല്ലേ അവനെ ആള് മാത്രം കയറാം. പിടിക്ക കയ്യിൽ നിന്ന് വഴുക്കോ അവന്റെ ഇങ്ങനെ പിടിക്കാൻ പറ്റും. ചേട്ടാ പറ്റില്ല, അങ്ങനെ ബ്ലാക്ക് ബ്ലാക്കാ. വാളകൾക്ക് അവര് വലിപ്പം കൂടുതലായി കാരണേ അവരുടെ ആ ബോഡി ഇങ്ങനെ ആ മോട്ടർ ഒന്ന് വിട്ടോ. ഓണാക്കിണ്ട് ഇവിടെ വിട്ടതാ പൈപ്പ്. ഇത് കണ്ട നട്ടറുകള് കണ്ട. അതൊക്കെ 1 കിലോന് മേലെ വന്നതാ. ചവറ് കഴിഞ്ഞു. ഞാൻ ആ ബ്രഷ് ഒന്ന് കാട്ടിക്കോ, ബ്രഷ് ഒന്ന് അറിയിക്കാം. ഇതായാലും ഒന്നും പറ്റില്ല അവർക്ക്, അങ്ങനത്തെയാ. ഇങ്ങോട്ട് പൊന്തില്ലേ, പഴമാരി എടുക്കാൻ പറ്റിയില്ല. ഹലോ എല്ലാവരും മാറി മാറി അന്വേഷിച്ചു വരിക ചായനെ. ഒരു യുദ്ധം കഴിഞ്ഞിറങ്ങണ്. ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ യുദ്ധം ഒന്നല്ല കേട്ടോ, വലിയ യുദ്ധമൊക്കെയാണ് ഇതിനുള്ളില് ചെയ്യേണ്ടി വരിക. ചങ്ങനെ വെച്ചാ എനിക്ക് ഇറങ്ങാലോ. ഞാനാ കാര്യം അല്ലേ ചാടാൻ നിക്കണേ. ഞാൻ കാര്യം വിട്ടുപോയിട്ട പെട്ടെന്ന്. സോറി. കാര്യം കഴിഞ്ഞപ്പോ നമ്മള് വേണ്ട, അത് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഇത് തട്ടിയേ
ബോൾട്ട് ഇനിയൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മോട്ടർ അടിക്കണം. 2 മണിക്കൂർ അടിക്കേണ്ടി വരും ഇത് ടാങ്ക് നിറയാനായിട്ട്. നമ്മുടെ ഈ ടാങ്കിൻ്റെ ഇതൊന്ന് പറയാം. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 8-9 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് പണിതിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 15 അടിയിലും മേലെ നീളമുണ്ട്, 10 അടി വീതി, ഒരു 5 അടി ഹൈറ്റ്. ആ ഹൈറ്റിലുള്ള വലിപ്പം അതിൽ എന്തോരം വെള്ളം കൊള്ളുന്നുള്ളത് കറക്റ്റ് നോക്കിയില്ലേ നമ്മൾ 2-3 മണിക്കൂറൊക്കെ മോട്ടർ അടിക്കണം ശരിക്കും. പിന്നെ വറ്റിക്കൽ നമ്മൾ പറഞ്ഞ പോലെ ദിവസം വറ്റിക്കില്ല, മാസത്തിൽ ഒരു വട്ടാണ് ഫുള്ളായിട്ട് വറ്റിക്കണോട്ടാ. അല്ലാത്ത ദിവസങ്ങൾ നമ്മൾ കുറച്ച്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കുറച്ച് മാത്രം തുറന്നു കളയൂല. അപ്പൊ എന്ന് വെച്ചാൽ ഇവരെ ഈ കാട്ട ഇതൊക്കെ ഉള്ളതൊക്കെ ഊറി ഇത് പൊക്കോളും. അടി നമുക്ക് അടിയിലല്ലേ തുറക്കണത്, അതങ്ങനെ പൊക്കോളും. കുറച്ച് അവിടെയാണെങ്കിൽ ഒരു നെറ്റ് ഇട്ടുണ്ട് നമ്മൾ, അതേരം മീനുകളൊന്നും പോവില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് മീൻ, പിന്നെ ഇതായിരിക്കും ചെയ്തിട്ടില്ലേ, അതിൽ തന്നെ പെറ്റ് പെരുകി ഉണ്ടാവണതാ. എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്യുന്ന പിടിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടമാനം. നമ്മളിവിടെ എന്താ പറയുക, മക്കൾക്ക് ഇവിടുത്തെ മീൻ കഴിക്കാത്ത ഞങ്ങൾ പിടിച്ച് വയ്ക്കൽ കുറവാണ്. പക്ഷെ അത്യാവശ്യം വേണ്ടപ്പെട്ട നമ്മുടെ അളിയനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ പിടിച്ച് വയ്ക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു വട്ടൊരു അബദ്ധം പറ്റിയതല്ലേ ചേട്ടാ, ഒരു പ്രാവശ്യം ഓക്സിജൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് അത് വർക്ക് ചെയ്തില്ല. ഓക്സിജൻ നമ്മൾ കൊടുത്തിട്ട് പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ ആ സൗണ്ട് ഉണ്ട്, അത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്തിരുന്നില്ല. അങ്ങനെ അതില് കുറച്ചധികം തന്നെ ചത്തു. പക്ഷെ അത് ചത്താലും അത് എന്താ പറയാ, കേട് വന്നിട്ടല്ലല്ലോ ഇരുന്നത്, പെട്ടെന്ന് അറിഞ്ഞു. അപ്പൊ അത് കാരണം തന്നെ അത് ഒക്കെ ആൾക്കാർ കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നാശമാക്കി അതിലൊക്കെ നട്ടർ എന്ന് പറഞ്ഞ മീനൊക്കെ 1 കിലോനെ മേലിൻ്റെ നടന്നു ശരിക്കും. എന്തോരു ഇതായിരുന്നു അല്ലേ, ശരിക്കും ഒരു ബക്കറ്റ് മീൻ, 2 ബക്കറ്റ് മീൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാലേ നമുക്കിപ്പോ ഈ ഒരു ടാങ്ക് ഇത് വളർത്തിയോണ്ട് നമുക്കൊരു നഷ്ടമില്ല കേട്ടാ. കാരണം ദിവസം മീൻ വെച്ച് കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ്. കുറെ തീറ്റയുടെ ആവശ്യം അങ്ങനെയൊന്നും ഇല്ല. ഒരു മിനിമം ഒരു തീറ്റ അത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അവർക്ക്. അത് മതി, നല്ല വളർച്ച ഉണ്ടല്ലോ, കണ്ട നല്ല വലിപ്പല്ലേ. പിന്നെ ഈ ടാങ്ക് പണിയുന്ന സമയത്ത് ആ പണിയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിൽപ്പനയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് അന്ന് കെട്ടാന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ വിൽപ്പന നടത്തുന്നവർക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു വരിയിലെ കെട്ടി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ കുട്ടികളെ വളർത്താം, ഇപ്പുറത്ത് വലിയവർ. അപ്പം അങ്ങനെ നമുക്കിവിടെ വിൽപ്പന നടത്തുകയും ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടാങ്ക് ഉണ്ടെങ്കിലേ 365 ദിവസം നമുക്ക് മീൻ കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്, ഏത് സമയത്തുണ്ടാവും. ഇനിയിപ്പോ ഇതിട്ടാണെങ്കിലേ ടാങ്കില് വെള്ളം നിറയട്ടെ കേട്ടോ. നിറഞ്ഞു കഴിയുമ്പോ നമുക്ക് ശരിക്കും ഇങ്ങനെ മുകളിലേക്ക് വന്നു. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ വളർച്ച നല്ല കാണാപ്പോ ഭയങ്കര വളർച്ച ഉണ്ടാവും. റൊണാൾഡോക്ക് നോക്കണ ആയിരിക്കേ, അയ്യോ ഷായിട്ട് അങ്ങോട്ട് പോയ സമയത്താണ് സങ്കടമായിരുന്നേ. നോക്കണ എനിക്ക് പറ്റുണ്ടായിരുന്നു, നോക്കണ മീനെ നോക്കണ. ഇവരെ പൊന്തില്ലേ, മാറ്റോരെയാണ് പിന്നെയും പറ്റും. ഇല്ല ഞാൻ പറഞ്ഞോളെ, ആൾക്ക് പേടിയുണ്ട് ഈ കുഴിലിക്ക് പറ്റുന്നൊന്നുമില്ല. എന്റെ പേടി കൂടില്ല. മേടിച്ചോ നിനക്ക് ഇറങ്ങണ വേണ്ട, എനിക്ക് വായോ വായോ റൊണാൾഡോ വായോ. നമ്മുടെ കല്യാണിക്കുട്ടിയുടെ കുഞ്ഞിക്കുറുമ്പ് വേണ്ട, ആങ്ങളമാരെ ഒതുക്കി നിർത്തിട്ട് അവളെ അങ്ങനെ കേട്ടാ. എല്ലാ ആങ്ങളമാരെ കാര്യം രക്ഷിക്കുന്നത് നമ്മുടെ കല്യാണിക്കുട്ടിയാ. കല്യാണിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും കിട്ടും. എന്റെ പൊന്നോ, ഇനി കല്യാണത്തിന്റെ അടുത്താലോ റൊണാൾഡോ പോലെ ഓരോരുത്തരും എന്താ പറയണെന്ന് അറിയില്ല കേട്ടാ. ഇവിടെ ഇങ്ങനെ കയറിയത് എന്തോ പറഞ്ഞു, അവരങ്ങാട് നിൽക്കും, നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയണേ, എനിക്കൊരു മനസ്സിലാവാത്തൊരു കാര്യം. ഒരിക്കലും പ്രത്യേകം മുഖഭംഗിയാവണ്ട ആ സമയത്ത് പുറത്ത് കയറിന്നിട്ടാവും പറഞ്ഞത്, പോയി കണ്ടു. എന്തിട്ട് പൊന്നോ ചീത്ത പറഞ്ഞാ, കല്യാണി കുട്ടി ചീത്ത പറഞ്ഞോ? ആ ഷാല കല്യാണി എന്റെ മോള് എന്തിട്ട് പറഞ്ഞോ, നോക്കണോക്കി മിണ്ടാണ്ട് കവറിട്ടാ. അങ്ങനെ കല്യാണി കുട്ടിയുടെ പ്രകൃതി കുട്ടി തന്നെയാ. ഞാൻ നമ്മുടെ റീൽസിൽ കൂടുതലും കല്യാണി കുട്ടിയുടെ പ്രകൃതികളാണ് വരുന്നത്, അത് കാരണം. അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു, ഫിഷ് ടാങ്കിട്ട് വെള്ളമൊക്കെ പോയി വെള്ളം നിറയെ കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഇന്ന് കല്യാണമുള്ള ദിവസം കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ കറിയില് നമ്മുടെ പയറ് മാത്രമല്ലോ, ഈ മീൻ കറി ഇന്നലത്തെയാ. അപ്പൊ നമ്മുടെ ഈ ചാളക്കറി ഉണ്ടല്ലോ, ചാളക്കറിയും പയറ് കറിയും സൂപ്പറായിട്ടാ കഴിക്കാനായിട്ട്. ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് നല്ലൊരു ഫുഡുണ്ട്, എന്നാലും ഇത് വിട്ട് കളയാൻ പറ്റില്ല. കല്യാണം അന്ന് കല്യാണം പറയാൻ വന്നില്ലേ മാവന്റെ മോൻ, ആ കല്യാണം എന്താണ്
നമ്മുടെ നോക്കിയേ ടാങ്കിൽ നോക്കിയ വെള്ളമൊക്കെ ഇതാ നിറച്ചായിട്ട്. അപ്പോൾ ഈ സമയത്ത് മീനുകളൊക്കെ കാണാനായിട്ട് എളുപ്പമാണ്. വെയിലിൻ്റെ ആ നേരിലടി കൂടി ഉള്ള കാരണമായിട്ട് മീനുകളെ അങ്ങോട്ട് തെളിഞ്ഞ് കാണാത്തത്. ഞാൻ തീറ്റിട്ട് കൊടുക്കാം, അപ്പോൾ പിന്നെ എല്ലാവരും കൂടി പെട്ടെന്ന് അങ്ങോട്ട് വരും. ഇനി നമ്മുടെ ചട്ടികളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കട്ടെ. അമ്മയുടെ കുട്ടികളെ അതേ നമുക്ക് ചൂട് പിന്നെ സഹിക്കാം. കുട്ടുപട്ടാങ്ങൾക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടാ. പക്ഷെ ഇവിടെ കിടക്കുമ്പോൾ നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്. അത് കാരണം അവരങ്ങനെ അധികം കൂടുതൽ വെയിലുള്ളതൊന്നും ഇറങ്ങില്ല നമ്മുടെ പോലെ. പിന്നെ അവരുടെ എന്താ പറയുക, റൂമിൽ ഫാറ്റ് വെച്ചിട്ടുണ്ട്, പോയി കിടക്കുകയും ചെയ്യാം. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും കിടന്നാൽ ഇഷ്ടമല്ല. നമ്മുടെ ആ ഒരു പ്രസൻസ് എപ്പോഴും വേണം അവർക്ക്. നമ്മൾ അകത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ കിടക്കുന്നുണ്ട് ഇവിടെ. കുടിക്കാനല്ലെങ്കിൽ ഐസ് വാട്ടർ ആയിട്ട് കൊടുക്കുക. ഐസ് വെള്ളം എപ്പോഴും ഐസ് ഇട്ടിട്ടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ നമ്മളിതാ കല്യാണത്തിന് പോവാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കല്യാണ വീട്ടിലെത്തി. അമ്മയ്ക്ക് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കല്യാണം ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വീഡിയോ കാണുന്ന വിശേഷങ്ങൾ ചോദിക്കാനും കുട്ടിപ്പട്ടാളങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇത് നമ്മുടെ കല്യാണ ചെക്കൻ്റെ അമ്മയുടെ ആങ്ങള, അപ്പോൾ അതായത് എൻ്റെ മാമൻ്റെ മകൻ്റെ വൈഫിൻ്റെ ഫാമിലിയൊക്കെയാണ് കേട്ടോ. അതേപോലെ ഇത് കല്യാണ ചെക്കൻ ജിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും അമ്മയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഫോട്ടോ എടുക്കാൻ കയറി. അപ്പോൾ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ അമ്മ, ചേട്ടൻ, ചേട്ടത്തിയമ്മ, മക്കളൊക്കെയാണ്. പിന്നെ അന്ന് കല്യാണം പറയാൻ വന്നില്ലേ, മാമൻ്റെ മോനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ചേട്ടൻ അവിടെയും വെച്ചിട്ട് കോമഡിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഇതെൻ്റെ കുഞ്ഞുമായിട്ടാണ്. അപ്പം ഞാൻ അന്ന് കല്യാണം പറയാൻ വന്നപ്പോൾ മാമനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, ഇതേ മാമൻ. അപ്പോൾ അതായത് കുഞ്ഞുമായി എന്നാണ് വിളിക്കുക. അപ്പോൾ മാമൻ്റെ ഫാമിലിയാണ് കേട്ടോ, മക്കളും അവരുടെ കുട്ടികളൊക്കെയാണ്. ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ റിലേറ്റീവ്സുകളെയും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറെ കുറേ പേരെ കണ്ടിരുന്നു. അവരൊന്നും അധികം പേരൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ വല്യമ്മയുടെ മക്കളൊക്കെയാണ് കേട്ടോ. മഞ്ഞ ചുരിദാർ ഇട്ടിക്കണ കുട്ടിയുടെ കല്യാണമാണ്. അപ്പം ഞാൻ അടുത്ത കല്യാണം എനിക്ക് അവളുടെയാണ് കേട്ടോ. പിന്നെ ഇതാ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാ മാമൻ്റെ മക്കളുടെ മക്കളാണ്. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിതാ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ നമ്മളെ കണ്ടിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത സ്ഥലത്തോടെ ഒരു വേണ്ടി ഞാൻ